17 വർഷത്തെ ഈവന്റ് മാനേജ്മെന്റ് രംഗത്തെ സേവനം ജനശ്രദ്ധയാകർഷിച്ച ഹൈലുക്ക് പാർട്ടി പ്ലാനറ്റ് ആൻഡ് ഈവന്റ്സ് വടക്കാഞ്ചേരിയിൽ വെഡിംഗ് കാറ്ററിംഗ് സർവീസ്, ബർത്ത്ഡേ ഡെക്കറേഷൻ, ഹൽദി പ്രോപ്പർട്ടി റെന്റൽസ്, കോർപ്പറേറ്റ് ഈവന്റ്, എക്സിബിഷൻ, ഇനോഗ്രേഷൻ, ട്രാവൽ ടൂറിസം, ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോ, ഹണിമൂൺ പാക്കേജ് എന്നിവ ഇനി ഞങ്ങളിലൂടെ ആഘോഷമാക്കാം. ഹൈലുക്ക് പാർട്ടി പ്ലാനറ്റ് ആൻഡ് ഈവന്റ്സ്, ജോസൺസ് ബി-ഡേ, near St. Francis Church, വടക്കാഞ്ചേരി, തൃശൂർ. ഫോൺ 9497558576, 9745451369. തനിക്കെതിരായ ആരോപണങ്ങളിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട് വന്ന ശബ്ദരേഖയിലെ ശബ്ദം രാഹുലിൻ്റെതാണോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് അല്ലെന്നും ആണെന്നും മറുപടി പറയാതെ രാഹുൽ ഒഴിഞ്ഞുമാറി. ഗർഭചിത്ര ഓഡിയോ നിങ്ങളുടേതാണോ, അല്ലെങ്കിൽ അല്ലെന്ന് പറയൂ, എന്തിനാണ് ഒളിച്ചോടുന്നത് തുടങ്ങിയ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ രാഹുൽ പോകുകയായിരുന്നു. തനിക്ക് പറയാനുള്ള വിഷയങ്ങൾ മാത്രമായിരുന്നു രാഹുൽ മാധ്യമങ്ങളോട് പങ്കുവച്ചത്. മാധ്യമങ്ങൾ നൽകുന്ന വാർത്തയ്ക്കെതിരെയും രാഹുൽ പ്രതികരിച്ചു. യാഥാർത്ഥ്യത്തിന്റെ എന്തെങ്കിലും പരിസരം വേണമെന്ന് അഭ്യർത്ഥനയോടെ പറയുന്നു. പാർട്ടി അനുകൂലമായതോ പ്രതികൂലമായതോ ആയ തീരുമാനമെടുക്കുമ്പോൾ ധിക്കരിക്കാനോ ലംഘിക്കുവാനോ ഒരു കാലത്തും ശ്രമിച്ചില്ല. സസ്പെൻഷനിലാണെങ്കിലും ഇപ്പോഴും പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. സസ്പെൻഷൻ കാലാവധിയിലുള്ള പ്രവർത്തകൻ പ്രവർത്തിക്കേണ്ടതെങ്ങനെയാണെന്ന ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നേതാവിനെയും കാണാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. ആരോപണങ്ങളിൽ താൻ മൗനത്തിലാണെന്ന് മാധ്യമങ്ങൾ വാർത്ത നൽകിയെന്നും ആരോപണം ഉയർന്നപ്പോൾ തന്നെ വിശദമായി വാർത്താ സമ്മേളനം നടത്തിയ ആളാണ് താനെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആദ്യമായി 18-ാം വയസ്സിൽ ജയിലിൽ പോയയാളാണ് ഞാൻ. എന്നാൽ ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ പോയത് പിണറായി സർക്കാരിന്റെ കാലത്താണ്. അതുകൊണ്ട് യാതൊരു ആനുകൂല്യവും എനിക്ക് കിട്ടില്ലെന്ന് ഉറപ്പിക്കാം. എനിക്കെതിരായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊന്നു തിന്നാൻ നിൽക്കുന്ന സർക്കാരിനെ ഏറ്റവും വിശ്വാസമുള്ള അന്വേഷണ ഏജൻസിയാണ് അന്വേഷണം നടത്തുന്നത്. അന്വേഷണം നടക്കട്ടെ, രാഹുൽ പറഞ്ഞു. മരണം വരെ കോൺഗ്രസ് പ്രവർത്തകനായിരിക്കുന്ന ഒരാളാണെന്നും കോൺഗ്രസ് പ്രവർത്തകർ സർക്കാരിനെതിരായ പ്രവർത്തനവുമായി മുന്നോട്ടു പോകാൻ ഊർജവും സമയവും വിനിയോഗിക്കണമെന്നാണ് തന്റെ അഭ്യർത്ഥനയെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.